CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് മുണ്ടൂരിൽ യുവാവ് അയൽവാസിയെ തലക്കടിച്ചു കൊന്നു. മുണ്ടൂർ കുന്നക്കാട് സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. കൊലപാതകം നടത്തിയ അയൽവാസി വിനോദിനെ കോങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. മണ്ണാർക്കാട് ഇറച്ചിക്കടയിൽ വിൽപ്പനയ്ക്കെത്തിച്ച കോഴിക്ക് 4 കാല്. കോഴിയെ കാണാൻ ആളുകൾക്ക് കൗതുകം കൂടി വന്നതോടെ ഇതിനെ വളർത്താനാണ് കടയുടമകളുടെ തീരുമാനം. വാണിയംകുളം കോതയൂരിൽ വേനൽ മധുരവുമായി പാടം നിറയെ വിളഞ്ഞു നിൽക്കുകയാണ് തണ്ണിമത്തൻ. കോതയൂരിലെ പൗർണമി സംഘകൃഷിയാണ് തണ്ണിമത്തൻ കൃഷി ഇറക്കിയത്. ഭക്തിയുടെ കുളിര് പകർന്ന് കോങ്ങാട് തിരുമാധാംകുന്ന് പൂരം പുറപ്പാട് ആഘോഷിച്ചു. ക്ഷേത്ര കലാക്ഷേത്രം പഞ്ചവാദ്യം കൊട്ടിയിറക്കത്തിന് അകമ്പടിയായി. ദർശന സുകൃതം തേടി ഒട്ടേറെ ഭക്തരെത്തി. വാണിയംകുളം കോതയൂരിൽ വേനൽ മധുരവുമായി പാടം നിറയെ വിളഞ്ഞു നിൽക്കുകയാണ് തണ്ണിമത്തൻ. കോതയൂരിലെ പൗർണമി സംഘകൃഷിയാണ് തണ്ണിമത്തൻ കൃഷി ഇറക്കിയത്. വാണിയംകുളം കോതയൂർ പമ്പ് ഹൌസിന് സമീപമുള്ള 3 ഏക്കർ പാടത്താണ് തണ്ണിമത്തൻ വിളഞ്ഞു നിൽക്കുന്നത്. പൗർണമി സംഘാംഗങ്ങളായ പി സ്മിത, കെ വി ശില്പ, പി പ്രതിഭ, കെ ഗിരിജ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൃഷി ചെയ്തത്. കുടുംബശ്രീ ജില്ലാ മിഷൻ ജനുവരി പകുതിയിലാണ് ഇവിടെ കൃഷി ഇറക്കിയത്. വേനൽ മധുരം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും ഇവിടെയാണ് നടന്നത്. വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് വേനൽ മധുരം. നാംധാരി, ജൂബിലി കിങ്, ഇറാനി, യെല്ലോ മഞ്ച്, ഓറഞ്ച് മഞ്ച് എന്നിങ്ങനെ ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലുള്ള മത്തനുകളാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. ഈ ഒരു പദ്ധതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ജയിച്ച് പൗർണമിയുടെ വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അവർക്കതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും സന്തോഷത്തോടെ ഏറ്റെടുത്ത് ഇത്ര എത്തിച്ച പൗർണമി ജയന്തിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇതിന് സപ്പോർട്ട് ചെയ്ത എല്ലാ ഉദ്യോഗസ്ഥരെയും ഭരണസമിതി അംഗങ്ങളെയും DPM തുടങ്ങിയ മേലെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരോടും അതുപോലെ ഷാനവാസ് സാറ് DPM ഒക്കെ ഇവിടെ വന്ന് സന്ദർശിച്ചിരുന്നു 1-2 വട്ടം. കഴിഞ്ഞ ദിവസം കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം ഓഫീസർ S. ഷാനവാസ്, ജില്ലാ പ്രോഗ്രാം മാനേജർ ലക്ഷ്മിരാജ് എന്നിവർ കൃഷിസ്ഥലം സന്ദർശിച്ചു. വാണിയംകുളം കോതയൂർ പൗർണമി സംഘകൃഷിയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്ത തണ്ണിമത്തന്റെ വിളവെടുപ്പ് തുടങ്ങി. വേനൽ മധുരം പദ്ധതിയുടെ ഭാഗമായി കൃഷി ചെയ്ത തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പി ശ്രീലത അധ്യക്ഷയായി. ബ്ലോക്ക് കോർഡിനേറ്റർ പ്രീതി ഷോജി, മെമ്പർ സെക്രട്ടറി പി സുരേഷ്, TP പ്രസീത, DPM ചിന്തുമാനസ്, വാർഡംഗം ജയശ്രീ, വിജിത, പൗർണമി സംഘാംഗങ്ങളായ പി സ്മിത, കെ വി ശില്പ, പി പ്രതിഭ, കെ ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു. CCN ഒറ്റപ്പാലം. ഡിവൈഎഫ്ഐ താഴേക്കോട് മേഖലാ കമ്മിറ്റിയുടെയും കാപ്പുപറമ്പ് യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാപ്പുപറമ്പിൽ വെച്ച് ലഹരി ജാഗ്രതാ സദസ്സും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം KP അനീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് താഹിർ അധ്യക്ഷനായി. എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ K. രാമകൃഷ്ണൻ, SYS പെരിന്തൽമണ്ണ സോൺ സെക്രട്ടറി മുഹമ്മദ് അലി ബുഖാരി, താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ സക്കീർ ഹുസൈൻ, CPIM പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി അംഗം വള്ളൂരാൻ ഹനീഫ, ലോക്കൽ സെക്രട്ടറി PK അഫ്സൽ എന്നിവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി അജയൻ സ്വാഗതവും ജിനേഷ് നന്ദിയും പറഞ്ഞു. സമാപനത്തിൽ 1000 പേർക്കുള്ള നോമ്പുതുറയും ഒരുക്കി. CCN ചെത്തല്ലൂർ. ഭക്തിയുടെ കുളിര് പകർന്ന് കോങ്ങാട് തിരുമാധാംകുന്ന് പൂരം പുറപ്പാട് ആഘോഷിച്ചു. ക്ഷേത്ര കലാക്ഷേത്രം പഞ്ചവാദ്യം കൊട്ടിയിറക്കത്തിന് അകമ്പടിയായി. ദർശന സുകൃതം തേടി ഒട്ടേറെ ഭക്തരെത്തി.
വാദ്യകലാകാരന്മാർക്ക് നിൽക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. ഭക്തജനങ്ങൾ കുറച്ചുകൂടെ പിന്നിലോട്ട് വന്നാൽ വളരെ നന്നായിരിക്കും. വാദ്യകലാകാരന്മാരും ആനയിൽ നിന്ന് ഒരു നിശ്ചിത അകലം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. പ്രത്യേകിച്ച് വയസ്സായവരും കുട്ടികളും ആനകളിലേക്ക് പോകാതെ കുറച്ച് മാറി നിന്ന് പൂരം ആസ്വദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. രാവിലെ പന്തീരടി പൂജയ്ക്കു ശേഷം ഭഗവതി ആറാട്ടിനായി എഴുന്നള്ളി. ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയുള്ള ആറാട്ടു പുറപ്പെടൽ ആത്മസായുജ്യമേകി. കോങ്ങാട് മധു നയിച്ച പഞ്ചവാദ്യം ആസ്വാദക മനം നിറച്ചു. വെയിൽ വകവയ്ക്കാതെ പുറപ്പാട് കൊട്ടിയിറക്കം ദർശിച്ച് പുണ്യം നേടാൻ വലിയ ജനക്കൂട്ടമെത്തി. 3 ഗജവീരന്മാർ അണിനിരന്നു. ഗജവീരൻ കിരൺ നാരായണൻകുട്ടി തിടംപേറ്റി. ഒരാണ്ടിന്റെ ഇടവേളയ്ക്കു വിരാമമിട്ട് വടക്കേ നടവഴി ആറാട്ടുകുളക്കടവിലേക്കുള്ള ദേവിയുടെ എഴുന്നള്ളത്ത് നിർവൃതിയേകി. മേളത്തിന്റെ അകമ്പടിയോടെയായിരുന്നു തിരിച്ചെഴുന്നള്ളിപ്പ്. പുറപ്പാട് മുതൽ 6 ദിനവും 2 നേരവും കൊടിയിറക്കം ദിവസം സന്ധ്യയ്ക്കും ഭഗവതി ആറാട്ടിനായി ഇറങ്ങും. വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികൾ, ചിട്ടയായ ആചാരവിധികൾ, ഇങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് തിരുമാതാംകുന്ന് പൂരം. ഉച്ചയ്ക്ക് പ്രസാദകഞ്ഞി വിതരണത്തിൽ ഭക്തസഹസ്രങ്ങൾ പങ്കാളികളായി. ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത്, നാഗസ്വരം, ഇരട്ടത്തായമ്പക, സോപാന സംഗീതം, നൃത്തനൃത്യങ്ങൾ എന്നിവ നടന്നു. CCN കോങ്ങാട്. സൗഹൃദ സദസ്സും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ച് മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി. എൻ ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് പഴേരി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സൗഹൃദ സദസ്സും ഇഫ്താർ സംഗമവും നടന്നത്. എൻ ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. പക്ഷേ പുതിയ തലമുറയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ജലീൽ മാഷ് പറഞ്ഞ പോലെ അവരത് പറഞ്ഞ് തള്ളിയിട്ടിട്ട് കാര്യമില്ല. അത് മോശമാണ്. ഈ തലമുറ വളരെ മോശമാണ്. നിങ്ങളുടെ ചിന്താഗതി ശരിയല്ല. നിങ്ങൾക്ക് സ്നേഹമില്ല, നിങ്ങൾക്ക് ആർദ്രതയില്ല, നിങ്ങൾക്ക് ധാർമ്മികതയില്ല എന്ന് പറഞ്ഞ് നമ്മളവർ തള്ളിയിട്ടിട്ട് കാര്യമില്ല. ഇതൊക്കെ അവരിൽ ഉണ്ടാക്കാൻ അതവരെ പഠിപ്പിക്കാൻ കഴിയും. ലഹരി എന്ന് പറയുന്നത് ജീവിതമാണ്. ജീവിതം ലഹരിയാണ്. അതവരെ പഠിപ്പിക്കും. MDMA ഉപയോഗിക്കുന്ന ഒരു കുട്ടി 5 കൊല്ലമാണ് ജീവിക്കാൻ സാധിക്കും. അതവരെ ബോധ്യപ്പെടുത്തും. നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ ഈ ജന്മം, അല്ലാഹു അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് നൽകിയ ഈ നിയോഗം ഇവിടെ ജീവിക്കാനാണ്. നിങ്ങൾ ജീവിച്ചതിവിടെ രേഖപ്പെടുത്തപ്പെടണം. നിങ്ങൾക്കിവിടെ പിൻഗാമികൾ ഉണ്ടാകണം. അല്ലാതെ
അടിച്ച് കൂസായി മുക്കുറ്റിയായി കിടന്ന് ലോകത്താണെന്ന് അറിയാതെ അല്ലെങ്കിൽ സിറിഞ്ചിലൂടെ മരുന്ന് കുത്തിവെച്ച് ഒന്നും അറിയാതെ ഒരു രാസലോകത്ത് ഒരു മായാലോകത്ത് ജീവിക്കുന്നതിന് എന്തർത്ഥമാണ്? കടമകളും കടപ്പാടുകളും സ്നേഹവും ദുഃഖവും പങ്കുവെച്ച് ജീവിക്കാൻ കഴിയുന്നതിനാണ്. തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോഴാണ്, മറ്റുള്ളവർക്ക് തന്നാലൊരു തടലേകുമ്പോഴാണ് തൻ്റെ ജീവിതം സഫലമാവുന്നത് എന്ന ധാർമ്മിക ബോധം അതാണ് എല്ലാ മതങ്ങളും പറഞ്ഞത്. അത് നമ്മുടെ കുട്ടികളിലേക്ക് സന്നിവേശിപ്പിക്കണം. മൈ ബോഡി ഈസ് മൈ ചോയ്സ് ആവരുത്. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ മുസ്ലിം ലീഗ് നേതാക്കൾ, യൂത്ത് ലീഗ് നേതാക്കൾ, മറ്റു സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേരും പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. ആശാ അംഗൻവാടി വർക്കർമാരുടെ സമരം അടിയന്തരമായി ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശ്രീകൃഷ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ ധർണാ സമരം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ചിങ്ങനേഴി ഭാസ്കരൻ അധ്യക്ഷനായി. UDF ചെയർമാൻ P. ഗിരീശൻ സമരം ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് എടുക്കാവോ? ഇവര് പറയുന്നത് കേന്ദ്രത്തോട് പറയൂ എന്ന. കേന്ദ്രത്തോട് പറയേണ്ട ആളുകൾ നിങ്ങളാണ്. ഭരണകൂടമാണ് ഒരു ഫെഡറൽ സംവിധാനത്തിൽ, സംസ്ഥാന ഭരണകൂടമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് സമ്മർദ്ദമുണ്ടാക്കാനും വാങ്ങേണ്ടതല്ലാതെ സാധാരണ പണിയെടുത്ത് ജീവിക്കുന്ന 24 മണിക്കൂറും ആശാപ്രവർത്തകർക്ക് ജോലിയാണ്. ആശാപ്രവർത്തകർ 26,125 ആളുകളുണ്ട്. അതിൽ സമരം ചെയ്യുന്നത് 400 ആളുകളാണെന്നാണ് മറ്റൊരു ന്യായം. മുഴുവൻ ആളുകളും ഈ സമരത്തിലാണ്. ഇപ്പൊ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുള്ള CITU മെമ്പർഷിപ്പുള്ള എല്ലാ ആശാപ്രവർത്തകരും മാനസികമായി ഈ സമരത്തിനോടൊപ്പമാണ്. ഈ സമരം ന്യായമല്ലേ? കേന്ദ്രത്തിന്റെ ആനുകൂല്യങ്ങൾ വാങ്ങണം വേണ്ട എന്നല്ല, അവർ കൊടുക്കാനുള്ള ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം. P. ബാലകൃഷ്ണൻ, VN കൃഷ്ണൻ, P. മണികണ്ഠൻ, V. വിനോജ്, K. രാമകൃഷ്ണൻ, V. ഉണ്ണികൃഷ്ണൻ, ഭാഗ്യലക്ഷ്മി, K. ലീല എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. പാലക്കാട് മുണ്ടൂരിൽ യുവാവ് അയൽവാസിയെ തലക്കടിച്ചു കൊന്നു. മുണ്ടൂർ കുന്നങ്കോട് സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. കൊലപാതകം നടത്തിയ അയൽവാസി വിനോദിനെ കോങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബുധനാഴ്ച രാത്രിയിലായിരുന്നു സംഭവം നടന്നത്. മദ്യപിച്ചുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. രാവിലെയാണ് കൊലപാതക വിവരം നാട്ടുകാർ അറിയുന്നത്. ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. രാവിലെ മരിച്ചു കിടക്കുന്ന കണ്ടതാണ്. 10-15 ദിവസമായിട്ട് ഇവിടെ ദിവസവും ബഹളങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഞങ്ങളാരും ശ്രദ്ധിക്കാറില്ല, ദിവസമായതുകൊണ്ട് ശ്രദ്ധിക്കാറില്ല. മരിച്ച ആൾക്ക് വർഷങ്ങളായിട്ടൊരു മാനസിക രോഗമുണ്ട്. ഒരു വർഷത്തിൽ 2-3 മാസമുള്ളത്. ഡെയിലി പണിക്ക് പോയിട്ടാണ് ആ കഴിയുന്നത്. എൻ്റെ അമ്മയില്ല, ഭാര്യയില്ല, അത് തനിച്ചാണ്. കഴിഞ്ഞ മഴക്കാലത്ത് എൻ്റെ വീട് പൂർണ്ണമായി തകർന്നു. ഒരു ചാനലിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ സംഭവം വൈകുന്നേരം വരെ ബഹളമുണ്ട്, രാത്രി 10 മണി വരെ. അതുവരെ ഞങ്ങൾക്കറിയുള്ളൂ. ഇന്നത്തെ കാര്യം ഞങ്ങൾക്കറിയില്ല. രാവിലെ കാണുമ്പോൾ മരിച്ചു കിടക്കണമെന്ന് കണ്ടത്. നാട്ടുകാർ വന്ന് കണ്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. അയൽവാസിനെ പോലീസ് കൊണ്ടുപോയി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മണികണ്ഠന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. CCN കടമ്പഴിപ്പുറം. മണ്ണാർക്കാട് ഇറച്ചിക്കടയിൽ വിൽപ്പനയ്ക്കെത്തിച്ച കോഴിക്ക് 4 കാല്. കോഴിയെ കാണാൻ ആളുകൾക്ക് കൗതുകം കൂടി വന്നതോടെ ഇതിനെ വളർത്താനാണ് കടയുടമകളുടെ തീരുമാനം. വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ ഈ കോഴിക്ക് 4 കാല്. ഞാൻ 2000 രൂപയ്ക്ക് തരുമെന്ന് ചോദിച്ചു. തരൂലെന്നും പറഞ്ഞു. ഞാൻ വളർത്താൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ്. മണ്ണാർക്കാട്ടെ അലിഫ് ചിക്കൻ സ്റ്റോളിൽ വിൽപ്പനയ്ക്കെത്തിച്ച കോഴിക്കാണ് 4 കാലുകളുള്ളതായി കടയുടമയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. 2 ദിവസം മുൻപ് ഫാമിൽ നിന്ന് ഇറച്ചിക്കോഴികളെ കടയിലെത്തിച്ചിരുന്നു. ഇതിലൊന്നിനാണ് 4 കാല്. സാധാരണയുള്ള 2 കാലുകളും പിൻവശത്തായി 2 കാലുകളുമാണ് കോഴിക്കുള്ളത്. ഈ അധിക കാലുകൾ പിറകിൽ തൂങ്ങിക്കിടക്കുകയാണ്. 4 കാലുള്ള കോഴിക്ക് പലരും മോഹവിലയിട്ടു. എന്നാൽ കോഴിയെ വിൽക്കേണ്ടെന്നും വളർത്താമെന്നുമാണ് കടയുടമകളായ ഷുക്കൂറും റിഷാദും തീരുമാനിച്ചിട്ടുള്ളത്. CCN മണ്ണാർക്കാട്. IPL-ൽ മുംബൈ ഇന്ത്യൻസിന്റെ ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങി താരമായിരിക്കുകയാണ് പെരിന്തൽമണ്ണ സ്വദേശിയായ വിഘ്നേഷ് പുത്തൂർ. മുംബൈ ഇന്ത്യൻസിന്റെ മികച്ച ബൌളറായും തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ഇരട്ടി സന്തോഷത്തിലാണ് ജന്മനാട്. 24-കാരന്റെ അത്ഭുതങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് ക്രിക്കറ്റ് പ്രേമികൾ.
രോഹിത്തിനെ പുറത്തിരുത്തി മുംബൈ ഇംപാക്ട് പ്ലെയറായി ഇറക്കിയ ഈ 24-കാരൻ ടീമിനായി 3 നിർണായക വിക്കറ്റുകൾ വീഴ്ത്തി ഏവരെയും അത്ഭുതപ്പെടുത്തി. അർദ്ധ സെഞ്ചുറി നേടി നിലയുറപ്പിച്ചിരുന്ന ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ്, ശിവൻ ദുബെ, ദീപക് ഹൂഡ എന്നിവരുടെ വിക്കറ്റുകളാണ് വിഘ്നേഷ് നേടിയത്. മത്സരശേഷം മുംബൈ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വിഘ്നേഷിന്റെ മികച്ച സ്പിന്നിനെ പ്രശംസിക്കുകയും ഇത്തരം പ്രതിഭകളെ കണ്ടെത്തിയതിന് മുംബൈ സ്കൗട്ടിംഗ് ടീമിനെ അഭിനന്ദിക്കുകയും ചെയ്തു. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയാണ് വിഘ്നേഷ്. 30 ലക്ഷം രൂപ അടിസ്ഥാന വിലയ്ക്കാണ് വിഘ്നേഷിനെ മുംബൈ സ്വന്തമാക്കിയത്. ഈ യുവതാരം ഇതുവരെ കേരളത്തിനു വേണ്ടി സീനിയർ തലത്തിൽ കളിച്ചിട്ടില്ല. എന്നാൽ അണ്ടർ 14, അണ്ടർ 19 എന്നീ ജൂനിയർ തലങ്ങളിൽ കളിച്ചിട്ടുണ്ട്. കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റീപ്പിൾസിനായി മികച്ച പ്രകടനം നടത്തിയതാണ് വിഘ്നേഷിന് IPLിലേക്ക് വഴി തുറന്നത്. ഇടം കയ്യൻ സ്പിന്നറായ വിഘ്നേഷ് തമിഴ്നാട് പ്രീമിയർ ലീഗിലും കളിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതൽ ഇവിടെ ഗ്രൗണ്ടിൽ ഇവിടെ കളിക്കും കുട്ടികളെ കൂടെ. പിന്നെ പെരിന്തൽമണ്ണ വിജയൻ സാർ ക്യാമ്പിലാണ് കൊണ്ടാക്കിയത്. അന്ന് 12 വയസ്സാണ്. പിന്നെ അവിടുന്ന് അങ്ങനെ മലപ്പുറം അക്കാഡമിയിൽ കയറി 10ാം ക്ലാസ് വരെ അങ്ങാടിപ്പുറത്ത് തന്നെ ആയിരുന്നു. പിന്നെ +2 ഒക്കെ ആയപ്പോഴേക്കും ജോളി റോവേഴ്സിൽ കയറി. അവരെ ക്ലബിനാണ് കളിക്കുന്നത്. പെരിന്തൽമണ്ണ രാമദാസ് ക്ലിനിക്ക് എന്ന് പറയും. പിന്നെ എല്ലാ ഇതും അവരാണ് ചെയ്തു തന്നിട്ടുള്ളത്. പിന്നെ അവരുടെ ഫുൾ സപ്പോർട്ട് അവരാണ്. കളിക്കുള്ള എല്ലാ പ്രചോദനം. ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും കളിച്ചാൽ മതിയെന്ന് പറയാൻ കാരണം രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടെടുക്കാൻ കഴിയില്ല അറിഞ്ഞു. അപ്പോൾ പിന്നെ എന്നാൽ കളി മതി, പഠിത്തം പിന്നാക്കാക്കാം. എങ്ങനെയാലും പഠിത്തം അതിൻ്റെ കൂടെ നടന്നിട്ടുണ്ട്. പെരിന്തൽമണ്ണയിലെ ഓട്ടോ ഡ്രൈവറായ സുനിൽകുമാറിന്റെയും KP ബിന്ദുവിന്റെയും മകനായ വിഘ്നേഷ് തുടക്കകാലത്ത് മീഡിയം പേസ് ബൗളറായിരുന്നു. തുടർന്ന് പ്രാദേശിക ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷെരീഫിന്റെ നിർദ്ദേശാനുസരണം ലെഗ് സ്പിന്നിലേക്ക് മാറുകയായിരുന്നു. തൃശൂരിലേക്ക് താമസം മാറിയതാണ് വിഘ്നേഷിന്റെ കരിയറിൽ വഴിത്തിരിവായത്. സെന്റ് തോമസ് കോളേജിനായി കേരള കോളേജ് പ്രീമിയർ T20 ലീഗിൽ കളിച്ച വിഘ്നേഷ് അവിടെയും താരമായി. ഈ വർഷം ആദ്യം താരത്തിന് SA-20ക്കായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകാൻ അവസരം ലഭിച്ചു. അവിടെ MI കേപ്പ് ടൗണിനായി നെറ്റ് ബൗളറായിരുന്നു. പെരിന്തൽമണ്ണ PTM കോളേജിലെ MA വിദ്യാർത്ഥിയാണ് വിഘ്നേഷ് പുത്തൂർ. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് മുണ്ടൂരിൽ യുവാവ് അയൽവാസിയെ തലയ്ക്കടിച്ചു കൊന്നു. മുണ്ടൂർ കുന്നക്കാട് സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. കൊലപാതകം നടത്തിയ അയൽവാസി വിനോദിനെ കോങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. മണ്ണാർക്കാട് ഇറച്ചിക്കടയിൽ വിൽപ്പനയ്ക്കെത്തിച്ച കോഴിക്ക് 4 കാല്. കോഴിയെ കാണാൻ ആളുകൾക്ക് കൗതുകം കൂടി വന്നതോടെ ഇതിനെ വളർത്താനാണ് കടയുടമകളുടെ തീരുമാനം. വാണിയംകുളം കോതയൂരിൽ വേനൽ മധുരവുമായി പാടം നിറയെ വിളഞ്ഞു നിൽക്കുകയാണ് തണ്ണിമത്തൻ. കോതയൂരിലെ പൗർണമി സംഘകൃഷിയാണ് തണ്ണിമത്തൻ കൃഷി ഇറക്കിയത്. ഭക്തിയുടെ കുളിര് പകർന്ന് കോങ്ങാട് തിരുമാധാംകുന്ന് പൂരം പുറപ്പാട് ആഘോഷിച്ചു. ക്ഷേത്ര കലാക്ഷേത്രം പഞ്ചവാദ്യം കൊട്ടിയിറക്കത്തിന് അകമ്പടിയായി. ദർശന സുകൃതം തേടി ഒട്ടേറെ ഭക്തരെത്തി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.